ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2-3 ദിവസമായി നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ക്രിസ്മസ് ആയതുകൊണ്ട് അതിൻ്റെ കറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളെ വണ്ടിയിൽ ഇന്ന് തിരിച്ച് ബാക്ക് ടു സ്റ്റോക്ക് ആക്കാമെന്ന് വെച്ചാൽ വണ്ടി തിരിച്ച് സ്റ്റോക്ക് ആക്കിയവരൊന്ന് ചെറിയ ചിന്ത വന്നു. കാരണം ഒരുപാട് പൈസ എൻ്റെ നിന്ന് പൊട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്, ഇപ്പം എന്തോ ഇത്രയും ചെയ്തിട്ട് നിങ്ങളൊരു സപ്പോർട്ട് തരുന്നില്ല, അപ്പോൾ ഇത്രയും ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. കാരണം ഞാൻ ഒരുപാട് സാധനങ്ങൾ മാറ്റി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കൂടുതൽ മാറ്റുന്നത്. പക്ഷേ നിങ്ങളൊരു ലൈക്ക് പോലും അടിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് എന്തോ എനിക്ക് തിരിച്ച് സ്റ്റോക്ക് ആക്കേണ്ട ഒരു മൈൻഡ് വരെയാണ്. അപ്പോൾ എന്തായാലും തിരിച്ച് സ്റ്റോക്ക് ആക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വണ്ടി എടുത്തതോ പുറത്തതോ മരത്തിൻ്റെ അടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വണ്ടിയുടെ അവസ്ഥയും കാര്യം കാണിച്ചില്ല. എന്തായാലും വണ്ടിയുടെ ബ്രാക്കൊന്ന് ശരിയാക്കണം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ബ്രാക്കൊന്ന് ടൈറ്റ് ചെയ്യാറുണ്ട്. ടൈറ്റ് അല്ല, ഇതിൻ്റെ ഒരു സംഭവം മാറ്റാറുണ്ട്. പിന്നെ കുറച്ച് ഞെട്ടും സംഭവങ്ങളൊക്കെ ഒന്ന് ആക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് വെച്ചാൽ വണ്ടിയുടെ കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വെച്ച്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിരിക്കും. നിങ്ങൾ എന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ എന്തായാലും വീട്ടിലോട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് മരത്തിൻ്റെ അടി വെച്ചിട്ടുണ്ട്. ഇവിടെ കാർ ഷെഡിൽ കാറും ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ വണ്ടി എടുത്തതിൻ്റെ അടി വെച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രശ്നം ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. ഇതിൽ വെള്ളം ഇറങ്ങുമോ എന്നൊരു പ്രശ്നമുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇവിടുത്തെ ഒരു ഹോളുണ്ട്, വെള്ളം കളയുണ്ട്. അപ്പോൾ അത് അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും പെട്ടെന്ന് സെറ്റാക്കണം. അല്ലെങ്കിൽ വീണ്ടും എനിക്കൊരിക്കൽ മിസ്സിങ് വന്നിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ വെള്ളം അതിൻ്റെ അകത്ത് ഇറങ്ങി ഞാൻ പിന്നെ എല്ലാം ഫുൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയാണ്. അപ്പോൾ വീണ്ടും പണി വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് എന്തായാലും അതൊന്ന് സെറ്റാക്കണം. പിന്നെ ബ്രേക്കിൻ്റെ ഇപ്പം ഉണ്ട്, പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തോ ചെറിയൊരു സംഭവം മാറ്റമുണ്ട്. 100-300 രൂപ ആവും. അപ്പം എന്തായാലും അത് മാറ്റണം. കൊണ്ടുപോകാൻ വയ്യാത്തതുകൊണ്ടാണ്. അതിൻ്റെ ഒരു കാര്യമുണ്ട്. അങ്ങനെയൊക്കെ തന്നെ കുഞ്ഞു കുഞ്ഞു വരികളുണ്ട്. പിന്നെ ചെറിയ ചെറിയ ബോൾട്ടും കാര്യങ്ങളൊക്കെ മാറ്റണം. ഇവിടെ ഇതൊക്കെ ബോൾട്ട് തുരുമ്പിച്ചിരിക്കുക എന്തോ ചെയ്യുന്നു. ക്രാഷ് കാർഡ് ഇതൊക്കെ ഇത് ബോൾട്ടല്ല. ഇവിടെ എസോസ്റ്റിൻ്റെ ഒക്കെ ബോൾട്ട് തുരുമ്പിച്ചിരിക്കുന്നു എന്ന് തോന്നി. അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ആക്കണം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾട്ടും കാര്യങ്ങളൊക്കെ മാറ്റമുണ്ട്. പിന്നെ വണ്ടി സ്റ്റോക്ക് ആക്കാമെന്ന് വിചാരിച്ച് നമ്മൾ സീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി. പഴയ സീറ്റൊക്കെ തന്നെ കയറ്റി. ഇനി മിററൊക്കെ എടുത്ത് കയറ്റാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടി. എന്തായാലും നോക്കട്ടെ. ഈ സ്റ്റോക്ക് ആക്കണോ വേണ്ടേ? നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും. നിങ്ങൾ പറഞ്ഞാൽ അതുപോലെ നമ്മൾ സെറ്റ് ചെയ്യും. അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോ സംഭവങ്ങൾ മാറ്റാമെന്ന് വിചാരിച്ചത്. എന്തോ നിങ്ങൾ ലൈക്ക് അടിക്കാത്തതിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്നാലേ നമ്മളെ വീഡിയോ റീച്ച് ആവും. അപ്പോൾ നിങ്ങൾ കാണുന്നവരെന്തായാലും ഒന്ന് ലൈക്ക് അടിക്കുക. നമുക്ക് എന്തായാലും കുറേ പേർക്ക് ഇങ്ങനത്തെ മോഡൽ ഇഷ്ടമാണ്, കുറേ പേർക്ക് സ്റ്റോക്കായിട്ട് വയ്ക്കാൻ ഇഷ്ടമുണ്ട്. കാരണം ഇതെങ്ങനെ ഇരുന്നാലും അടിപൊളിയായിരിക്കും എന്ന് എനിക്കും തോന്നുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടിനാണ് ഞാൻ ഓരോ സംഭവങ്ങൾ വാങ്ങിച്ചു വയ്ക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാമല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലോ എന്ന് വെച്ചാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ ഓക്കെ അല്ലേ, സെറ്റാക്കില്ലേ. അപ്പോൾ എന്തായാലും വണ്ടി സ്റ്റോക്ക് ആക്കണമെങ്കിൽ അതിൻ്റെ സാരി കാർഡ്, ഗ്രാബ്, മിററും കൂടെ കയറ്റിയാൽ വണ്ടി സ്റ്റോക്കാവും. വേറെ ഒന്നും ഊരിയിട്ടില്ല. സീറ്റൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആ സംഭവം ഫ്രണ്ടിലത്തെ അത് ഊരി മാറ്റാണ്ടേ ഉള്ളൂ, ഇപ്പം മാറ്റാത്. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ വണ്ടിയിൽ ബ്രേക്കും കാര്യങ്ങളൊക്കെ മാറ്റണം. പിന്നെ ഡിസ്ക് പാഡൊക്കെ തീരാറായി. അപ്പോൾ എന്തായാലും അതിനൊക്കെ പൈസ സെറ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് പൈസ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനിയും മോഡിഫൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ഗതി അതോ ഗതിയാവും. കാരണം പഠിച്ചുകൊണ്ടിരിക്കുകയില്ല. അപ്പം പൈസ കിട്ടാൻ കുറച്ചൊക്കെ ടാസ്ക്കാണ്. കൂട്ടിയൊക്കെ വെച്ചാൽ ഓരോ സംഭവങ്ങൾ വാങ്ങിച്ച് നിങ്ങളൊന്ന് കാണിക്കണം തന്നെ. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന നമുക്ക് സെറ്റ് ആക്കാം. എന്തായാലും നമ്മൾ റിസ്ക് എടുത്താലും ഓരോന്ന് സെറ്റ് ചെയ്യും. അതൊക്കെ തീർത്തിട്ട് അടുത്ത സെറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും എസോസ്റ്റ് വാങ്ങാനൊന്നും ഇത്രയ്ക്കുള്ള ബഡ്ജറ്റ് ഒന്നും ഇല്ല. അതിന് എസോസ്റ്റിനൊക്കെ 10-18,000 രൂപയൊക്കെ ആവുമായിരിക്കും. അപ്പോൾ അതൊന്നും ചെയ്യാൻ പൈസ ഇല്ല. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹമുള്ളതൊക്കെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം. നമുക്ക് അതുപോലെ വണ്ടിയിൽ ഓരോന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും സ്റ്റോക്ക് ആക്കണോ വേണ്ടേ നിങ്ങളെന്തെങ്കിലും കമൻറ്റ് ചെയ്യും. നമ്മളതുപോലെ അതും ചെയ്യാം. പിന്നെ ഞാൻ 2 ദിവസം വീഡിയോ ഇട്ടിട്ട് അതും ഒരു സപ്പോർട്ടിൻ്റെ ഇല്ലാത്തൊക്കെ കുറവാണ്. പിന്നെ വണ്ടി സർവീസ് ചെയ്തില്ല, കാറ്. അപ്പോൾ അത് സർവീസ് ചെയ്യണ വീഡിയോ നമുക്ക് എന്തായാലും സെറ്റാക്കാം. അത് ഇനിയിപ്പോൾ ഉടനെ കൊണ്ടുപോകും. 20,400 എന്തോ അടുപ്പിച്ചായെന്ന് തോന്നുന്നു. അപ്പോൾ അതും ഉടനെ കൊണ്ടുപോകാറുണ്ട്. പിന്നെ വണ്ടി ഇപ്പം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം 28-30 അടുപ്പിച്ച് മൈലേജ് കിട്ടുന്നുണ്ട്. ഹൈവേയിലൊക്കെ 30 കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 28 എന്തായാലും ഒരിക്കൽ കിട്ടി. കാരണം അത് ഞാൻ ഒരിക്കൽ നോക്കിയതാണ്, 28 കിട്ടി. പിന്നെ ഡിസ്ക് ബ്രേഡൊക്കെ അത്യാവശ്യം തീരാറായെന്ന് തോന്നുന്നു. അപ്പോൾ അതെന്തായാലും 15,000 കിലോമീറ്ററിൽ അത് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇപ്പം കറക്റ്റ് 14,000 കിലോമീറ്ററായി. ഇപ്പം എൻ്റെ തന്നെ പെട്രോളിന് തന്നെ നല്ലപോലെ എക്സ്പെൻസ് കത്തുന്നുണ്ട്. എന്നിട്ട് ഇന്ന് റിസർവായി. ഈ ഇടയ്ക്ക് 400 രൂപയ്ക്ക് ഇന്നലെ എന്തോ അടിച്ചേ ഉള്ളൂ. ഇന്ന് റിസർവായി. അതെന്തായാലും മൈലേജിൻ്റെ ഒന്ന് ഓട്ടിപ്പോണ്ട് ആവാമല്ലോ. ഓക്കെ, അപ്പം എന്തായാലും ക്ലച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ക്ലച്ച് എന്തോ ഇത്രയും പ്ലേ ഉള്ള പോലെ തോന്നി, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ബ്രേക്ക് ഒന്ന് സെറ്റ് ചെയ്യണം. കുറച്ച് ബോൾട്ടും കാര്യങ്ങളൊക്കെ മാറ്റണം. അത്ര തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പണി. പിന്നെ ആ ടാങ്കിലുള്ള ആ ഹോൾ അടഞ്ഞുകൊണ്ട്, ഇവിടുത്തെ ഹോളാണ് കാണാൻ പറ്റും. അവിടെ ഒരു ഹോളുണ്ട്, അത് അടഞ്ഞിരിക്കാൻ തോന്നുന്നു, വെള്ളം പോകുന്നില്ല. അപ്പോൾ എന്തായാലും അത് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ വീണ്ടും ടാങ്കിനകത്ത് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ വീണ്ടും പണി കിട്ടും. അപ്പം ഈ ഇൻ്റർസെപ്റ്ററും GT ഉള്ളവർക്ക് മെയിൻ ഇഷ്യൂ ആയിരിക്കും എന്ന് തോന്നുന്നു. ആ ഒരു സംഭവം അടഞ്ഞിരുന്നാൽ വെള്ളം ഇറങ്ങും. അപ്പോൾ അത് ശ്രദ്ധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്താൽ കൊള്ളായിരിക്കും. കാരണം വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ മിസ്സിങ് വന്നു കഴിഞ്ഞാൽ ടാങ്ക് ഫുൾ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളന്ന് നൈട്രജ് അടിച്ചുകൊണ്ട് ഇതുവരെ കാറ്റടിക്കേണ്ട ആവശ്യം വന്നില്ല. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. ഇന്ന് എന്തായാലും കൊണ്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും വേറെ എന്തോ എക്സ്ട്രാ എന്തെങ്കിലും മോഡിഫൈ നമുക്ക് സ്റ്റോക്ക് ആക്കണമെങ്കിൽ സ്റ്റോക്ക് ആക്കണമെന്നല്ല, ഓരോ ദിവസം ഓരോ ലുക്കിലാക്കാം. നിങ്ങൾ സപ്പോർട്ടിന് അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഓരോ മൈൻഡ് തോന്നുമല്ലോ. അങ്ങനെ
അപ്പോൾ എന്തായാലും നിങ്ങൾ പറയുന്നല്ലോ ഇപ്പോൾ എന്തെങ്കിലും മറ്റേ സീറ്റ് വാങ്ങിച്ചെങ്കിലും മറ്റേ സീറ്റ് വാങ്ങിച്ചിരിക്കാം, GT ഹാൻഡിലാക്കാം. ചിലവർ ഹണ്ടറിൻ്റെ ഹാൻഡിലൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ച് നോക്കുമ്പോൾ അവരൊക്കെ ഒബ്ലിങ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ബ്ലാക്ക് ഹാൻഡിലായിട്ട് ഞാൻ വാങ്ങാമെന്ന് വിചാരിച്ചു. വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അതെന്തോ ലുക്കുണ്ട്, പക്ഷേ അതിനെന്തോ ഒരു കുറവ് പോലെ തോന്നി. അപ്പോൾ അതെന്തായാലും സെറ്റ് ചെയ്യണം. നമുക്ക് എന്തായാലും GT ഹാൻഡിൽ ഉടനെ വരും, ബുക്കിടാണ്. അപ്പോൾ എന്തായാലും അത് വരും. അപ്പോൾ വേറെ സീറ്റും കാര്യങ്ങളൊക്കെ ഇനി സെറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടിയുള്ളൂ. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് പോളിഷ് ചെയ്യാൻ നോക്കി. അപ്പോൾ കറക്റ്റായിട്ടായില്ല, എന്നാലും കുറച്ച് മാറ്റം വന്നെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഇനി വണ്ടി കഴുകി കഴിഞ്ഞാൽ അതൊന്ന് സെറ്റാവും. അപ്പോൾ കഴുകണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയുള്ളൂ. പിന്നെ നമ്മൾ ഇതിൻ്റെ വേറെന്താ സെൻറ്റർ സ്റ്റാൻഡല്ലേ, ഇതിലെ കൂടെ എറുമ്പ് കയറാതിരിക്കാനാണ് ലൂബ് അടിച്ചിട്ടിരുന്നത്. അപ്പോൾ എന്തായാലും ആ ലൂബൊക്കെ ഒന്ന് കഴുകി കളയണം. ഫുള്ള് വൃത്തികേടായിട്ടിരിക്കുകയാണ് വണ്ടിയുടെ അവസ്ഥ. പെട്രോൾ ഉണ്ടെന്ന് തോന്നുന്നു. കേൾക്കുന്നുണ്ടോ? എന്തോ ഇനി ഫ്രണ്ട് ഡിസ്ക് പാഡും ഏകദേശമൊക്കെ ആയെന്ന് തോന്നുന്നു. കാണാൻ പറ്റുമോ? ക്രോപ്പ് ചെയ്ത് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും അത് മാറ്റേണ്ടി വരും. പിന്നെ നമുക്ക് ഫ്രണ്ട് LED ആക്കണോ? എന്താ ഈ റെട്രോ ലുക്ക് ഇതാണ്, പക്ഷേ LED ആക്കണമെങ്കിൽ LED ആക്കാം. അത് നമുക്ക് എന്തായാലും GT ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ട് എന്തായാലും LED ആക്കണമെങ്കിൽ അങ്ങനെ LED ആക്കാം. ഓക്കെ, അപ്പോൾ വേറെ കാര്യം പറയാമെന്ന് വെച്ചാൽ ഇപ്പം വണ്ടി 14 താക്കോലാകത്തെ വണ്ടി 14 കിലോമീറ്റർ ആയിട്ടുണ്ട്. കൊള്ളാം. പക്ഷേ സർവീസും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഉടനെ ഒന്നും കാണില്ല. ഞാൻ ലാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ 9,000-ലാണ്. അപ്പോൾ ഇപ്പോൾ ഉടനെ ഒന്നും കാണില്ല. പക്ഷേ എന്നാലും 18,000 17,000 ചെയ്യണമെന്നുണ്ട്. 9,000 ഒരു 9 ആ കണക്കൊക്കെ ആകുമ്പം ചെയ്യണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. 10,000-ലാണ് ഇവരെ റോയൽ എൻഫീൽഡ് പറയുന്നത് ഇതിൻ്റെ ഈ വണ്ടിയുടെ സർവീസും കാര്യങ്ങളും. അപ്പോൾ എന്തായാലും അതിൻ്റെ ബ്രാക്ക് പാഡ്, സ്പാർക്ക് പ്ലഗ് ഇതൊക്കെ വാങ്ങുമ്പോൾ തന്നെ കുറേ പൈസയാവും. ഇതിൻ്റെ ഫ്രണ്ട് ബ്രാക്ക് പാഡിന് തന്നെ 2,500 രൂപ. സിന്തറ്റിക്കിൻ്റെ എന്തോ ബ്രാക്ക് പാഡൊക്കെയാണ്, അപ്പോൾ അതൊക്കെ കുറച്ച് പൈസയാവും. പിന്നെ സിന്തറ്റിക്കിൻ്റെ ഓയിൽ എന്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ തന്നെ ഒരു 10,000 എന്തായാലും ആവും. അപ്പോൾ എന്തായാലും അതൊക്കെ നേരത്തെ നല്ല അതിൻ്റെ പൈസ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഉടനെ തന്നെ മാറാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഓരോന്ന് വലിക്കും. കാരണം ഓരോന്ന് മോഡിഫൈ ചെയ്യുമ്പോൾ ഇതിനൊക്കെ പൈസ സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ വലിക്കും. അപ്പോൾ ഇങ്ങനത്തെ വണ്ടിയുള്ളവരും വണ്ടി എടുക്കാൻ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഇതിനൊക്കെ ഭയങ്കര പൈസയാണ്. അപ്പോൾ അതൊക്കെ നോക്കി കണ്ടിട്ടൊക്കെ ഓരോന്ന് ചെയ്യുക. എന്തായാലും വണ്ടി സെറ്റാണ്. വണ്ടി ഓക്കെ, ഇതുവരെ പക്കാ സാധനമാണ് വണ്ടി മൈലേജ് ആയാലും ഒന്നും വിഷയമുള്ള രസമല്ല. കാരണം 28-25 മേളിൽ എന്തായാലും മൈലേജ് കിട്ടും. മര്യാദയ്ക്ക് ഓടിച്ച് 30-32 കിട്ടുന്ന പയ്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല കിടില വണ്ടി തന്നെയാണ്. പക്ഷേ ഈ വണ്ടിക്ക് 28-30 നല്ല മൈലേജ് തന്നെയാണ് പറയും. കാരണം ഹിമാലയനായാലും വേറെ ഏത് വണ്ടിയിലായാലും 30-25 അവർക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും 650 cc ഇത്ര പവർ വരുന്ന വണ്ടിക്ക് ഈ ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ കിട്ടില്ല മൈലേജ് തന്നെയാണ്. 28-30 ചിലവർക്ക് 32 അതൊക്കെ കിട്ടുന്ന കിട്ടില്ലാണ്. എന്തായാലും 25 കൺഫേം ആയിട്ടും കിട്ടുമായിരിക്കും. കാരണം ഓരോ ഗിയറിലും കിട്ടില്ല പവർ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഫസ്റ്റ് ഗിയറിൽ തന്നെ 70, സെക്കൻഡ് ഗിയറിൽ 100 കയറും. അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ചെയ്യാം. അതൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും കണ്ടില്ലേ വണ്ടിയുടെ ആ ലുക്ക് കണ്ടില്ലേ. വണ്ടി കഴിവാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ ഒന്ന് ഇതായിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വണ്ടി കഴിവണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടി. എന്തായാലും വണ്ടിയുടെ ടയറിൻ്റെ ഗതി 14,000 ആയപ്പോൾ തന്നെ തീരാറായതുപോലെ തോന്നുന്നുണ്ട്. കാരണം ഇനി കുറച്ചൊക്കെ ഒരു 1000-1500 തന്നെ ഓടും. അപ്പോൾ അതെന്തായാലും ഒന്ന് നോക്കണം. ഇതിപ്പോൾ കിടക്കുന്ന റാൽക്കോ സ്പീഡോ അങ്ങനെ എന്തൊരു മോഡലാണ്. 3000 രൂപ എന്തോ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ വില. ഫ്രണ്ടിൽ സിയാറ്റാണ്, അത് കിടക്കുമെന്ന് തോന്നുന്നു. എന്തായാലും മാറുമ്പോൾ രണ്ടും മാറേണ്ടി വരും. കുറച്ചുണ്ട്. അപ്പോൾ എന്തായാലും മാറുമ്പോൾ രണ്ടും മാറേണ്ടി വരും. അപ്പോൾ അതൊന്ന് നോക്കണം. പിന്നെ ഇവിടെ ബീഡിങ് ഒട്ടിച്ചാലോ ഒന്നുണ്ട്. ഇവിടെ ഒരു ബീഡിങ് ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് ഒട്ടിച്ചാലോ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ വേറെ പറയാമെന്ന് വെച്ചാൽ വേറെ ഇതൊക്കെ നമ്മൾ രണ്ടാമത് ചെയ്തതാണ്. ഇതൊന്നും രണ്ടാമത് ചെയ്തില്ലല്ലോ. ഈ സംഭവമൊക്കെ നമ്മൾ രണ്ടാമത് വാങ്ങിച്ച് വെച്ചാണ്. പിന്നെ ചെയിൻ സ്പ്രോക്കറ്റ് മാറേണ്ടി വരും. അത് മറന്നു. 20,000 കിലോമീറ്റർ ആകുമ്പോൾ ചെയിൻ സ്പ്രോക്കറ്റൊക്കെ മാറേണ്ടി വരുമായിരിക്കും. അപ്പോൾ അതിന് 3,000-4,000 രൂപ ആവും. അപ്പോൾ അതൊക്കെയാണ് ഈ വണ്ടിയുടെ മെയിൻ പണിയായിട്ട് വരുന്നത്. ഏകദേശം നമ്മളെ ടാങ്കിൽ PPF ചെയ്താൽ കൊള്ളായിരിക്കും. PPF ചെയ്താൽ കൊള്ളായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഇപ്പം തന്നെ ഒരുപാട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ടാങ്കിലാവാറുണ്ട്. ഇവിടെയൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല കടയിൽ റീപെയിൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊന്ന് റീപെയിൻറ്റ് ചെയ്യാം. ബ്ലാക്ക് മാത്രം റീപെയിൻറ്റ് ചെയ്യാം. ഇതിൽ എന്തെങ്കിലും കോട്ടിങ് ചെയ്തിട്ട് സെറാമിക് അല്ല PPF ചെയ്തിടാം. അതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരുപാട് സ്ക്രാച്ച് ആകാൻ കാരണം. കാരണം എവിടെയെങ്കിലുമൊക്കെ വണ്ടി കൊണ്ട് വയ്ക്കുമ്പോൾ മെയിൻ പ്രശ്നം ആരെങ്കിലും തട്ടുമെന്നാണ്. ഞാൻ പിന്നെ സെൻട്രൽ സ്റ്റാൻഡൊക്കെ ഇട്ടാണ് വണ്ടി വയ്ക്കുന്നത്. അതൊക്കെ ഒരുപാട് സ്ക്രാച്ച് കുഞ്ഞു സ്ക്രാച്ചൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് സെറ്റ് ചെയ്യണം. പാർക്കിങ്ങിൽ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും. അതെവിടെയെങ്കിലും ഉണ്ടോ ഇല്ലെന്നൊക്കെ നോക്കിയിട്ട് നമുക്കത് സെറ്റ് ചെയ്യാം. പിന്നെ ബ്രാക്കിൻ്റെ ഇഷ്യൂ മാത്രം തന്നെയാണ്. വേറെ ഒരു ഇഷ്യൂ ഇപ്പോൾ വണ്ടിയിലില്ല. ബ്രാക്ക് ഒന്ന് സെറ്റ് ചെയ്യണം. അത് മാത്രമേ ഇനിയുള്ള പരിപാടിയായിട്ടുള്ളൂ. ഗൈസ് വേറെ ഒന്നും കൊണ്ടല്ല അങ്ങനെ പറഞ്ഞു. എന്തായാലും വണ്ടി നമ്മൾ സ്റ്റോക്ക് ആക്കുന്നത് തീരുമാനിച്ചു. നിങ്ങൾ എന്തായാലും ചാനൽ ലൈക്ക് അടിക്കുക. ചാനലല്ല വീഡിയോ ലൈക്ക് അടിക്കുക. പിന്നെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും അപ്പോൾ നമുക്ക് എന്തായാലും സപ്പോർട്ടും കാര്യങ്ങൾ കിട്ടുമ്പോൾ സെറ്റ്. അപ്പോൾ എന്തായാലും സ്റ്റോക്ക് ആക്കില്ല. സ്റ്റോക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു റെട്രോ ലുക്ക് അങ്ങ് പോയി. നമുക്ക് എന്തായാലും ഇങ്ങനെ തന്നെ കൊണ്ടുനടക്കാം. എന്നിട്ട് കിട്ടിലായിട്ട് മോഡിഫൈ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് അടിപൊളി കിട്ടിയ വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാതിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. എന്തായാലും അശ്വിൻ ജയ്സ് എന്നാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര്. അപ്പോൾ അതെന്തായാലും ഫോളോ ചെയ്യുക. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും ലൈക്ക് അടിക്കുക. പക്ഷേ നമ്മൾ അലിഗേറ്റർ കാർ സെയിലായിരുന്നെങ്കിൽ ഉടനെ തന്നെ നമുക്ക് സീറ്റോ GT ഒക്കെ സെറ്റ് ചെയ്താൽ എന്തായാലും അത് സെയിൽ ചെയ്തിട്ടൊക്കെയാണ്. അലിഗേറ്റർ കാർ സെയിൽ ചെയ്താലേ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കാര്യം സെറ്റ് അല്ലെങ്കിൽ കുറച്ച് ലാഗ് അടിക്കും. അതാണ് മെയിൻ കാര്യം. പിന്നെ നമുക്ക് അടുത്ത ടയർ ഇടുമ്പോൾ മറ്റേ ബലൂൺ പോലത്തെ ഒരു ടയർ ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ബലൂണല്ലല്ലേ എന്തൊരു നല്ല ബൾക്കായിട്ട് വന്നത് 2 സെയിം ടയർ ഇട്ടാലോ എന്നായിരിക്കണം. നല്ല പൈസയാവും. പക്ഷേ അത് വണ്ടി ലുക്കായിട്ട് തോന്നുന്നതാണ്. കാരണം
നല്ല രസമുണ്ട് ആ സംഭവത്തിൽ തന്നെ. എന്തെങ്കിലും സിംഗാമല്ലല്ലോ, ഇവിടുത്തെ ഈ സംഭവം എല്ലാം മാറ്റേണ്ടി വരുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ നല്ല രസമായിട്ടൊന്നും തോന്നുന്നു. എൻ്റെ വണ്ടി എപ്പോഴും പക്കയായിട്ട് ഇരിക്കുന്ന നിർബന്ധം തന്നെയാണ്. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പണി എന്ന് പറഞ്ഞ് പറയണം. അല്ലാതെ പണിയൊന്നും ഉണ്ടായിട്ടില്ല. ഈ ബ്രാക്കൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ എന്തോ കറക്റ്റ് എനിക്ക് അങ്ങനെ കിട്ടണം എന്നൊരു മൈൻഡ് വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നിട്ട് എടുത്ത് ചെയ്യണത്. അത് തന്നെ നിങ്ങളുടെ മുമ്പിൽ എല്ലാം പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോന്നെടുത്ത് പറയാൻ ചെയ്യുന്നത്. അല്ലാതെ വേറൊന്നും വിചാരിക്കില്ല, ഞാൻ എപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കില്ല. എന്തായാലും എല്ലാവർക്കും വരണമായിരിക്കും ഓരോ വിഷയങ്ങൾ. ചിലർ പറയുന്നു, ചിലർ പറയുന്നില്ല. എന്തായാലും ഞാൻ പറയും. പിന്നെ നമുക്ക് പ്ലഗ് മാറ്റണം. പ്ലഗ് ഇപ്പം മാറ്റില്ല, എല്ലാ സർവീസ് സമയത്തിന് വരണം. ഇപ്പോൾ ഒന്നും മാറ്റില്ല. ഇപ്പോൾ 14 കിലോമീറ്റർ ആയുള്ളൂ. അപ്പോൾ എന്തായാലും 2-3 ദിവസം എന്തായാലും വീഡിയോ ഇടാത്തതിൻ്റെ കാരണം മനസ്സിലായില്ല. ഇപ്പോൾ എന്തായാലും അങ്ങനത്തെ അവസ്ഥ. പിന്നെ കുറേ പേര് പറഞ്ഞു എന്നെ കാണിക്കുന്നില്ല, വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഉണ്ട്. ഞാൻ പിന്നെ വീഡിയോയുടെ ബാക്കിലാണ് എപ്പോഴും നിൽക്കുന്നത്. എന്തായാലും വീഡിയോ എടുക്കുന്നതെല്ലാം ഒറ്റയ്ക്ക് ഞാൻ തന്നെ പറ്റുന്ന പോലെയൊക്കെ എടുത്ത് നിങ്ങൾ മുമ്പ് കാണിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതാണ് എനിക്ക് ആവശ്യം. അതുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വീഡിയോ ചെയ്യേണ്ടി വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നാലും നമുക്ക് മനസ്സിലാവും എന്തൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതൊക്കെ സെറ്റ് ചെയ്യുക. പിന്നെ കുറേ ബുള്ളറ്റിൻ്റെ വീഡിയോ ഒക്കെ ചോദിച്ചു, നമുക്ക് അതും സെറ്റ് ചെയ്യുക. അതെന്തായാലും അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ എടുക്കാറില്ല. ഞാൻ ഇന്ന് വീഡിയോ ഇറങ്ങിയാലും മഴയാണല്ലോ, പക്ഷേ ഇന്ന് വലിയ മഴയൊന്നുമില്ല. പക്ഷേ എന്തോ ഉറക്കപ്പിച്ചൊക്കെ ആയതുകൊണ്ട് മൊത്തം ഉറക്കമാണ്. വീട്ടിൽ ഇരുന്ന ഉറക്കം ആ അവസ്ഥയാണ്. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നിങ്ങൾ അടിച്ച് പൊളിക്കാന്ന് ചോദിക്കുന്നത്. എന്തായാലും ന്യൂ ഇയർ ഇപ്പം എത്ര ഇന്ന് 29 ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും മറ്റൊന്ന് ന്യൂ ഇയർ ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ എന്തായാലും അത് സെറ്റ് ചെയ്തിടാം. ന്യൂ ഇയറിൻ്റെ പോയി ക്രിസ്മസിനോടൊക്കെ വീഡിയോ അതെന്തായാലും സെറ്റ് ചെയ്തിടാം. നൈസ്. കാർ എന്തായാലും സർവീസ് ചെയ്യാൻ കൊണ്ടുപോകണം. എടുക്കാതിട്ടിരിക്കുകയാണ്. സർവീസ് അവർ വന്ന് എടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അത് സർവീസ് ചെയ്യാൻ കൊണ്ടുപോകണം. അപ്പോൾ അതിനൊരു 5000 രൂപയെങ്കിലും ആവുമായിരിക്കും സർവീസ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇത് ഞാൻ തന്നെ വീട്ടിൽ നിന്ന് സർവീസ് ചെയ്യും. അതാണ് എനിക്ക് നല്ലത്. കാരണം പുറത്തോട്ട് ചെയ്താൽ ആ പൈസയും കൂടെ പെട്രോൾ അടിക്കും. അങ്ങനെ കൊടുക്കുന്നില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഉടനെ വണ്ടി കഴുകണം. വണ്ടി ഇന്നെന്തായാലും കഴിയണമല്ല, ഇന്ന് എനിക്ക് വയ്യ. അപ്പം വേറെ പരിപാടിയുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി ഇന്ന് കഴിയണില്ല. അപ്പം അതും കൂടെ സെറ്റ് ചെയ്യണം. അതൊക്കെ തന്നെയാണ് പരിപാടി. എന്തായാലും പിന്നെ നമ്മളെ മോഡിഫിക്കേഷനിൽ ഇതിൻ്റെ റിമ്മിൽ ബ്ലാക്ക് അടിച്ച പോലെ ഒന്ന് ആലോചിക്കുകയാണ്. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഇതിൻ്റെ റിമ്മിൽ ബ്ലാക്ക് അടിക്കണോ വേണ്ടത്. ഈ ഒരു കളറിന് എനിക്ക് ഇത് ഓക്കെയാണ്, ബ്ലാക്ക് അടിച്ചാലും ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് ചെയ്യും, ബ്ലാക്ക് അടിക്കണോ വേണ്ടേ. ബ്ലാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോ ഡിസ്ക് പറ്റുമെങ്കിൽ അതിൽ ചേർക്കാം. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ വൃത്തിയിടാക്കി രണ്ട് കളറിൽ തോന്നും. അപ്പോൾ എന്തായാലും ബ്ലാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കളറിൽ ഇങ്ങനെ നിൽക്കും, ഇവിടെ ഒരൊറ്റ കളറിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും, നമുക്ക് എന്തായാലും അതുപോലെ സെറ്റാക്കാം. പിന്നെ നമുക്ക് എക്സോസ്റ്റ് പൈപ്പ് ഇവിടെ ഫുൾ ബ്ലാക്കായി കറുത്തിട്ടുണ്ട്. ചൂടുണ്ടോ? ഇല്ല. ഇപ്പോൾ ഇവിടെ ഫുള്ള് കറുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ വേണമെങ്കിൽ മാറ്റി അലുമിനിയം അല്ല, കോപ്പറിൻ്റെ ഒരു കളറുള്ളൊരു സംഭവമുണ്ട്. കുറച്ച് വിലയാവുന്നതാണ്. നമുക്ക് എന്തായാലും അത് എത്ര രൂപയാണെന്നൊക്കെ ചോദിച്ചിട്ട് അത് പറ്റുമെങ്കിൽ സെറ്റ് ചെയ്യാം. അതെന്തായാലും റെഡിയാക്കാൻ പറ്റുമെങ്കിൽ അത് നോക്കാം. അപ്പോൾ എന്തായാലും അതും മാറ്റാമെന്ന് വിചാരിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് മാറ്റണോ മാറ്റിക്കൊള്ളായിരിക്കുമോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമുക്ക് എന്തായാലും പൈസ കിട്ടുന്ന സമയത്ത് അതും സെറ്റ് ചെയ്യാം. അങ്ങനെ ആയിരിക്കും. വണ്ടി ലുക്കല്ലേ ഇപ്പോൾ. കാണുമ്പോൾ ഞാൻ തന്നെ ആയിരിക്കും വണ്ടി എന്താ ലുക്ക്. വണ്ടി എന്തായാലും കഴിവാതിരിക്കുന്നതിൻ്റെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. എന്തായാലും വണ്ടി ആ ബ്രാക്കും കൂടെ ശരിയാക്കിയിട്ട് കഴിവാന്ന് പറഞ്ഞാൽ ഇത്ര ദിവസം കഴിവാതിച്ചിരുന്നു. എന്തായാലും അതൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഉടനെ തന്നെ അത് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി വേറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. നമ്മളെ സീറ്റ് എടുത്ത് അകത്ത് വെച്ചിട്ടുണ്ട്. വേറെ സീറ്റ് വാങ്ങിക്കണം. അപ്പോൾ എന്തായാലും അതും സെറ്റ് ചെയ്യാം. ഇതുമെല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ അത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ഉറക്കത്തിൽ എണീച്ചപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, അതാണ് ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞത്. വേറെ ഒന്നും വിചാരിക്കരുത്. നിങ്ങൾ എന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൊണ്ട് അടിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ അതുപോലെ കമൻറ്റ് ചെയ്ത് നമുക്ക് അത് സെറ്റാക്കാം. പിന്നെ നിങ്ങൾക്ക് പുറത്തുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് നമുക്ക് അതിടാം. പുറത്ത് പോകുമ്പോഴൊക്കെ ചെയ്യാൻ തോന്നും, പക്ഷേ ഇടക്കിടയ്ക്ക് ചെയ്യാറില്ല. വണ്ടിയൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. നമുക്ക് എന്തായാലും അതും ഉടനെ തന്നെ സെറ്റാക്കാം. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ, ടാറ്റാ.